ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് സ്റ്റൗവിൽ വെച്ച് ലോ ടു മീഡിയം തീയിൽ കത്തിക്കുക. സൈഡിൽ നിന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി കഴിയുമ്പോൾ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ചേർക്കുന്നതിനകത്തേക്ക് പഞ്ചസാര നല്ലതായിട്ട് മെൽറ്റായി ഇതിനൊരു ഇച്ചിരി ഒരു ഡാർക്ക് കളർ ആകുന്നവരെ ചെയ്യുകയാണെങ്കിൽ കേക്കിന് നല്ല കളർ കിട്ടുള്ളൂ. കാരണം ശകലം ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ വെച്ചുകൊണ്ടിരിക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. നല്ലപോലെ നല്ല ചൂടുവെള്ളം. ഒരു മിനിറ്റ് ഒന്ന് വെച്ച് ഇച്ചിരി ഒന്ന് കുറുകി വരുന്നവരെ വെച്ചുകൊണ്ടിരിക്കുക. സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പൂവും പട്ടയും കൂടെ പൊടിച്ചത് ഒരു 1/2 സ്പൂൺ ഇടുകയാണ്. 1/4 സ്പൂൺ. 1 കപ്പ് മൈദപ്പൊടി ചേർക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം അതിനകത്തേക്ക്. ഇത് നല്ലപോലെ 2 പ്രാവശ്യം അരിച്ചെടുക്കാം. 2 മുട്ട ചേർക്കാം. അതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇത് ഇനി നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കാരമൽ ചേർക്കാം അതിൻ്റെ അകത്തേക്ക്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മൈദ ചേർക്കാം. 2 പ്രാവശ്യമായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ക്യാരറ്റും കൂടെ ഇതിൻ്റെ അകത്തേക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ടും ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇടാം. നാൽപ്പത്തഞ്ച് 50 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് കേക്ക് റെഡിയായി.
50 മിനിറ്റ് നേരം സ്റ്റൗവിൽ വെച്ചുകൊണ്ടിരുന്നു. ഇനി ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ലപോലെ തണുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക്. കസ്റ്റമേഴ്സിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്.